അല്ല ഇവിടെ വീട്ടിലെ ഡാലി എന്ന് പറയുന്ന വീട്ടിലെ പെണ്ണ് ഓടി വന്ന് നിലയം വിളിച്ച് അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഉറക്കണിട്ട് വരുന്നത്. കാണുമ്പോ എന്താണ് കാണുന്നത്? എത്ര വെള്ളത്തിന് തീ പിടിച്ച്? 2 ബോട്ടാണ് നമ്മൾ വരുമ്പോൾ കത്തുന്നത്. ആ 2 ബോട്ടിൽ നിന്ന് തീ പടർന്നാണ് 9 ബോട്ട് ഒരു ഫയറുള്ളം കത്തിപ്പോയത്. എന്താണ് കാരണം നമുക്ക് അറിയാൻ പറ്റും. ഗ്യാസിൽ ലീക്കായാണ്. പിന്നെ ഡീസൽ ടാങ്കല്ലേ ഇതിനകത്ത്. ഡീസല് ഫയറ് ഗ്യാസ് ഇത് 3 ഡേഞ്ചറാണ്. വെള്ളം അഴിച്ചു വിട്ടത് ചേട്ടുള്ളവരാണ്. ഞാൻ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് ബോട്ട് തല്ലി പൊട്ടിച്ചാണ് 8 ബോട്ട് രക്ഷപ്പെടുത്തിയത്. എത്ര ബോട്ട് ഉണ്ടായിരുന്നു ആ സമയത്ത് അവിടെ? കത്തി ഒരു ഫൈബറുള്ളം കത്തി ഒരുമിച്ച് കെട്ടിയിരുന്നതാണ്. എല്ലാം ഒന്നിച്ചൊന്നിച്ച് കെട്ടിയിരുന്നതാണ്. എവിടെ നിന്നുള്ള വള്ളങ്ങളാണ് ഇതെല്ലാം നമ്മളെ തിരുവനന്തപുരം മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളെയാണ്. ഈ പ്രദേശത്തുള്ളവരെ അല്ല. അതുകൊണ്ട് ആരും ആളഭയം ഉണ്ടായില്ല. തിരുവനന്തപുരം മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ വള്ളമാണ് അറ്റകുറ്റപ്പണിക്കായിട്ട് അവിടെ എത്തിച്ചതാണ്. ആ സമയത്താണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. രാഹുൽ ജിനാഥ് സംഭവ സ്ഥലത്ത് നിന്ന് തുടരുന്നുണ്ട്. രാഹുൽ, ഈ അപകടത്തിന്റെ കാരണം ഒന്നെങ്കിൽ ബോട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. നേരത്തെ ഇവിടുത്തെ പ്രദേശവാസിയും സ്ഥാനാർത്ഥിയുമായ ഒരു വ്യക്തിയുടെ പ്രതികരണം നമ്മൾ കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ചില ബോട്ടുകളിൽ ഈ തിരിയിട്ട് കത്തിക്കുന്ന ഒരു രീതിയുണ്ട്, ചിലപ്പോൾ അങ്ങനെ തീ പടർന്നതാകാനും സാധ്യതയുണ്ട് എന്ന്. ഇത് രണ്ടും അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും സമാനമായ സംഭവം ഉണ്ടായി. ഇതിലെന്തെങ്കിലും മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ അപകടത്തിലേക്ക് നയിക്കാനുള്ളത്? ഇല്ല, അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് ആരും കടക്കുന്നില്ല. കാരണം അത്തരം സംശയമുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ തന്നെ പങ്കുവെക്കേണ്ടതാണ്. ഏറ്റവും പ്രധാനമായി ഈ വള്ളത്തിൽ എപ്പോൾ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പൂർണ്ണമായി അണയ്ക്കാൻ കഴിയുന്നത് നമുക്ക് പറയാം. കാരണം ഇനി ഏതാണ്ട് ഒരു വള്ളം മാത്രമാണ്. അത് ഞാൻ നേരെ സൂചിപ്പിച്ചതുപോലെ ഇവർ ഈ തീ പിടിച്ച ഘട്ടത്തിൽ ഈ കെട്ടഴിച്ച് വിടുന്ന ഒരു രക്ഷാപ്രവർത്തനമാണ് ആദ്യം നടത്തുക. അപ്പോൾ കുറച്ച് അല്പം ദൂരത്തേക്ക് പോയൊരു വെള്ളം, ആ വെള്ളമാണ് ഇപ്പോൾ ഇങ്ങനെ കത്തുന്നത്. അതുകൂടി അടച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് പൂർണ്ണമായി തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന് പറയാൻ കഴിയും. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഈ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ള എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ള ഘട്ടമാണുള്ളത്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാകുന്നുണ്ട്. അഗ്നിരക്ഷാസേന വലിയ ദൗത്യത്തിന്റെ ഭാഗമായി ഇങ്ങനെ നിൽക്കുകയാണ്. നേരത്തെ ചോദിച്ചത് 2 ആഴ്ചകൾക്ക് മുമ്പാണ് അപകടം ഉണ്ടായത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംശയങ്ങളൊന്നും ആളുകൾ പങ്കുവെക്കുന്നില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ കാവനാടുണ്ടായ അപകടം, ആ അപകടത്തിന്റെ സമയം അത് രാവിലെയാണ് അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അത് ഉണ്ടാകാൻ കാരണമായത് ഈ പാചകവുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അന്ന് പരിക്കേറ്റ 2 പേർ അവരുടെ പ്രതികരണങ്ങൾ ലഭിച്ചിരുന്നു. അപ്പോൾ പാചകവുമായി ബന്ധപ്പെട്ടാണ് പലപ്പോഴും ഈ വള്ളങ്ങളിൽ തീ പിടിക്കുക. അന്ന് ഈ ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് മാത്രമാണ് ആ പ്രദേശമുള്ളത്. ആ പ്രദേശത്ത് പാചകത്തിനിടെ തീ പടർന്ന ശേഷം ഇത് ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്ന ഭാഗത്തേക്ക് പടർന്നാണ് പൊട്ടിത്തെറി ഉണ്ടായി. ബാക്കി വള്ളങ്ങളിലേക്ക് 2 വള്ളങ്ങളാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. പക്ഷേ ഇന്നത്തെ ഒരു പ്രശ്നം ഇത് പുലർച്ചെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ പാചകത്തിൽ ഇടപെട്ടതായി അല്ലെങ്കിൽ ഏർപ്പെട്ടിരുന്നതായി ആളുകൾ പറയുന്നില്ല. അപ്പോൾ ഈ വള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ അവർ മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് നാട്ടുകാരോട് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ സാധ്യത നമുക്ക് എത്രമാത്രം ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം പാചകം ചെയ്ത ഘട്ടത്തിലേക്കില്ല. പിന്നീട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മോട് സംസാരിച്ച പ്രദേശവാസി അദ്ദേഹം സൂചിപ്പിച്ച ഈ വിശ്വാസത്തിൻ്റെയൊക്കെ ഭാഗമായി ഇത്തരത്തിൽ ഈ ബോട്ട് ഈ വള്ളങ്ങൾ ഒതുക്കുന്ന ഘട്ടത്തിൽ ഈ വിശ്വാസത്തിന്റെ ഭാഗമായി അവർ തിരി കത്തിച്ച് വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഗ്യാസ് ലീക്കായി പിന്നീട് ആ തീ പടർന്നാകാനുള്ള സാധ്യതയുമാണ് നിലവിൽ എന്തായാലും ഉള്ളത്. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ ഈ പറയുന്ന പോലെ ആദ്യഘട്ട രക്ഷാപ്രവർത്തനം നടത്താൻ ഈ ബോട്ടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ കാണാനും കഴിഞ്ഞത്. കാരണം സമീപവാസികളാണ് നിലവിളിച്ചുകൊണ്ട് ഈ അപകടം നാട്ടിലുള്ള ആളുകളെയും ഒപ്പം നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെയും ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെയും അറിയിക്കുന്നത്. അപ്പോൾ ഈ അറിയിക്കുന്ന ഏറ്റവും പ്രധാനമായി അവരാണ് ആദ്യഘട്ട രക്ഷാപ്രവർത്തനം തുടക്കമെടുത്ത് അഗ്നിരക്ഷാസേന അറിയിക്കുന്നതുമൊക്കെ. അതുകൊണ്ട് പാചകമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ബോട്ടിൽ ആരുടെയും സാന്നിധ്യമില്ല. അന്ന് പരിക്കേറ്റിരുന്നു, ഇന്ന് ആർക്കും പരിക്കില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസമായി പങ്കുവെക്കുമ്പോൾ ഈ വള്ളങ്ങളിൽ ആരും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയുക. കാരണം ഈ 9 വള്ളങ്ങൾ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ഇപ്പോൾ കുളച്ചിൽ നിന്നും വരുമ്പോൾ അവർ മറ്റു സ്ഥലങ്ങളിലേക്കാണ് രാത്രി വിശ്രമിക്കാനായി മാറിയത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഈ വള്ളത്തിൽ ആ ഘട്ടത്തിൽ ആരും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇത് ഈ വള്ളങ്ങൾ ശരിയാക്കുന്ന വർക്ക്ഷോപ്പുള്ള സ്ഥലവും കൂടിയാണ്. അപ്പോൾ അറ്റകുറ്റപ്പണികൾക്കായി വന്നതാണോ എന്നുള്ള ചോദ്യമൊക്കെയുണ്ട്. അപ്പോൾ ഈ മറ്റ് അപകടവുമായി ഇപ്പോൾ 2 അപകടം ഒരാഴ്ചക്കിടെ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴും ഈ 2 കാര്യങ്ങളും തമ്മിൽ മറ്റ്
ബന്ധങ്ങളില്ല. കാരണം സമയം വ്യത്യാസമാണ്, ഒപ്പം അപകടം ഉണ്ടായ കാരണവും വ്യത്യാസമാണ്. ഇവിടെ ഈ കാരണത്തിന് വ്യക്തത ഉണ്ടാകണമെങ്കിൽ ഇത് അല്പം കൂടി ഈ മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടതായുണ്ട്. അവരെ കണ്ടെത്തി എന്താണ് കാര്യമെന്ന് ചോദിക്കേണ്ടതായുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, അഗ്നിരക്ഷാസേനയ്ക്കാണ് സമഗ്രമായ നേതൃത്വത്തിൽ ഏർപ്പെടേണ്ടി വരിക. കാരണം ഇവർക്ക് ഒരു വള്ളത്തിന്റെ തീ കെടുത്തിയ ശേഷം ആ വെള്ളത്തിൽ നിന്ന് മാത്രമാണ് അടുത്ത വെള്ളത്തിലേക്ക് പോകാനുള്ള സാധ്യതയും സാഹചര്യവും ഉള്ളത്. നമുക്കിപ്പോൾ കാണാം, ഇവർ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ഇപ്പോൾ ഈ ക്യാമറയുടെ ഫ്രെയിമിൽ ഏറ്റവും അടുത്ത് കാണുന്ന ഈ വെള്ളത്തിന്റെ ഈ ബോട്ടിന്റെ തീയാണ് അണച്ചത്. ശേഷം ആ ബോട്ടിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് അവർക്ക് ഈ വെള്ളം എത്തിക്കാൻ കഴിയുക, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിയുക. അപ്പോൾ അത്രമാത്രം വലിയ അപകട സാധ്യതയുള്ള കാര്യങ്ങളാണ് മുന്നിലുള്ളത്. കാരണം ഈ വെള്ളത്തിൽ മറ്റെന്തെങ്കിലും പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കിയ ശേഷം മാത്രമേ അവർക്ക് അതിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. ഈ ബോട്ടിൽ നിന്നുകൊണ്ടാണ് മറ്റു ബോട്ടുകളിലേക്ക് ഈ വെള്ളം എത്തിക്കുക. ഏതായാലും നിലവിൽ ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുക ഏതാണ്ട് ഒരു വെള്ളത്തിലാണ് വലിയ രീതിയിൽ തീ ഉയരുന്നത്. ആ പുകച്ചുരുളുകൾ ഇപ്പോൾ എന്തായാലും വ്യക്തമായി കാണാം. കാരണം കഴിഞ്ഞ തവണ ഈ അപകടം ഉണ്ടായപ്പോൾ നമുക്ക് ഏതാണ്ട് ഈ കൊല്ലം ബൈപ്പാസിന്റെ ഭാഗമാണ് കുരീപ്പുഴ പാലത്ത് നിന്നാൽ തന്നെ എവിടെയാണ് അപകടം സംഭവിച്ചത്, അപകടത്തിന്റെ വ്യാപ്തി എന്തായിരുന്നു, ഈ പുകച്ചുരുളുകൾ ഉയരുന്ന ഘട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാമായിരുന്നു. ഇപ്പോൾ പുലർച്ചെ ആയതുകൊണ്ട് തന്നെയാണ് ഈ റോഡിൽ നിന്നവർക്ക്, അതായത് ഈ ബൈപ്പാസുമായി ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്നവർക്ക് ഈ അപകടം കാണാതായത്. കാരണം അന്ന് ആ റോഡിൽ നിന്നവരൊക്കെയാണ് ഈ അഗ്നിരക്ഷാസേനയെ വിളിച്ചറിയിക്കുകയും അന്ന് അത്തരത്തിലുള്ള പ്രവർത്തനം കൂടി നടന്നിരുന്നു. പക്ഷേ ഇത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ഈ റോഡിലേക്ക് കടന്നു വന്നപ്പോൾ, ഈ അപകട സ്ഥലത്തേക്ക് കടന്നു വന്നപ്പോഴും നമുക്കൊരു വെളിച്ചം, ഈ തീയുടെ വലിയ വെളിച്ചമാണ്, ദൂരെ ഒരു വെളിച്ചം പോലെയാണ് കാണാൻ കഴിഞ്ഞിരുന്നത്. പിന്നീട് അടുത്തേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി മനസ്സിലായത്. എന്നാലും പുലർച്ചെ ആയതുകൊണ്ട് ആദ്യഘട്ടത്തിലൊരു ഇടപെടൽ അത് വലിയ എന്താ പറയുക, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടൽ നടത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. വീട്ടുകാർ അറിയിച്ചതിന് ശേഷം മാത്രമാണ് ആളുകൾക്ക് എത്താൻ കഴിയും. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വ്യാപ്തിയുള്ള, കൂടുതൽ വ്യാപകമായ ഒരു നാശം ഈ അപകടവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നത്.